ജീവരക്ഷയും നാശവും. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 39-ാം വാക്യം. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. ഓരോ മനുഷ്യരും തങ്ങളുടെ ജീവിതത്തിൽ 2 വഴികളിലൂടെ സഞ്ചരിക്കുന്നു. ഒന്ന് ജീവൻ്റെ വഴി, മറ്റൊന്ന് നാശത്തിൻ്റെ വഴി. ദൈവസന്നിധിയിൽ നിന്നും പിന്മാറിപ്പോകുന്നവരാണ് നാശത്തിലേക്ക് പോകുന്നത്. ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ, വിശ്വാസത്തിൽ നിന്ന് നാം പിന്മാറുമ്പോൾ ആത്മീയ ജീവിതം പരാജയത്തിലേക്ക് നീങ്ങുന്നു. ആദ്യം പ്രാർത്ഥന കുറയും, പിന്നീട് വചനം വായിക്കുന്നത് നിർത്തും, അവസാനം ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നുപോകും. അതിനാൽ നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് വചനം പറയുന്നു. ക്രിസ്തീയ ജീവിതത്തിലെ വിശ്വാസം നമ്മെ ജീവരക്ഷയിലേക്ക് നയിക്കുന്നു. ഈ ലോകത്തിന് നൽകുവാൻ കഴിയാത്ത സമാധാനവും നിത്യജീവനും എല്ലാം യേശുവിന് നൽകുവാൻ കഴിയുന്നു. ജീവനും മരണവും ഇന്ന് നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്നു എന്ന് ദൈവം മോശയിലൂടെ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. അതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നത് അവരുടെ ചിന്തയ്ക്ക് ദൈവം വിട്ടുകൊടുത്തു. മനുഷ്യന് തനിക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുപ്പാനുള്ള ഇച്ഛാശക്തി നൽകിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ജീവരക്ഷയാകട്ടെ നാശമാകട്ടെ, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുപ്പാൻ ദൈവം നമുക്ക് അനുവാദം നൽകിയിരിക്കുന്നു. നല്ലതേതെന്ന് തിരിച്ചറിഞ്ഞ് തിരഞ്ഞെടുപ്പാൻ നമുക്ക് കഴിയണം. പിന്മാറ്റം നാശത്തിലേക്കുള്ള വാതിലാണ്, എന്നാൽ വിശ്വാസം ജീവരക്ഷയിലേക്കുള്ള വാതിലാണ്. ദൈവത്തെ മറന്നുള്ള ഒരു തിരഞ്ഞെടുപ്പ് നമുക്ക് ഉണ്ടാകാതിരിക്കട്ടെ.